ഐഡിയാസ്. യെസ് ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈറ്റ് വ്ലോഗ് ആണ് ഗൈസ്. യെസ് ഗൈസ്, ഞാൻ ഇങ്ങനെ കുറച്ചായി വിചാരിക്കുന്നു ലൈക്ക് ഒരു നൈറ്റ് വ്ലോഗ് സംതിങ് എന്തെങ്കിലും ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പോൾ കുറച്ചധികം ബിസി ആയിപ്പോയി. എന്ത് ചെയ്യണം, ഭയങ്കര ബിസിയാണ് ഗൈസ്. അപ്പോൾ ക്ലാസ്സൊക്കെ ആയിട്ട് അങ്ങനെ ബിസി ആയി പോയതാണ്. പക്ഷേ ഇന്ന് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ അത് ഈ നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പഠിത്തം അതിൽ മെയിൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ സ്കൂളിൽ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്, എനിക്ക് വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചധികം നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതായിരുന്നു മെയിൻലി പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സൈലത്തിൽ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഫുഫി ചാപ്റ്ററിൻ്റെ ക്ലാസ് കാണുമായിരുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടോ സൈലം കണ്ട ടൈമിൽ. പിന്നെ ഞാൻ എൻ്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട് ഇതേ ഒരു ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഞാൻ സോഫ്റ്റ് ക്ലേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര അഫോർഡബിളായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ കുറച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ഫ്രീ ടൈം കിട്ടുന്ന ടൈമിൽ ഇങ്ങനെ ചെയ്യുന്നതാട്ടോ. അല്ലാതെ വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ ഓർക്കാറില്ല. പിന്നെ മമ്മ അവിടെ ഇരുന്ന് ടി വി കാണുമായിരുന്നു. മമ്മയുടെ സൗണ്ട് ആണെങ്കിൽ ആകെ മൊത്തത്തിൽ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ജെ.കെ. റൗളിങ്ങിൻ്റെ ഈ ഒരു ബുക്ക് ഹാരി പോട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ക്യാരക്ടറിനെ പറ്റിയിട്ട്. പക്ഷേ ഞാൻ ഇതുവരെ ഒരു മൂവി കാണുകയും അതേപോലെ തന്നെ ബുക്ക് വായിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ ആഗ്രഹം കൊണ്ട് വായിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള 2 ഐറ്റംസ് ആട്ടോ ഇത്. ഈ ഒരു ക്യൂട്ടായിട്ടുള്ള സ്റ്റാപ്ലറും പിന്നെ അതേപോലെ തന്നെ പേപ്പർ സ്റ്റിക്കറും. ഇത് കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ചിട്ട് തന്നെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കലാണ് എൻ്റെ പരിപാടി. ഇത് പപ്പ ഗൾഫിൽ നിന്ന് വരുന്ന ടൈമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ പപ്പ പോകുന്നതിന് മുമ്പ് പപ്പ ഇപ്പോൾ ഗൾഫിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെസ്റ്റോയിൽ പോയ ടൈമിൽ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ആക്സസറീസാണ്. പക്ഷേ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. കാരണം എനിക്കിതിങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടും ഗൈസ്, വല്ലാത്തൊരു സന്തോഷമാണത്. പിന്നെന്താണ്, ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ചിക്കൻ ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്കധികം വിശക്കുന്നുണ്ടായിരുന്നില്ല ഗൈസ്. പിന്നെ നമ്മൾ നേരെ കിടക്കാം എന്ന ധാരണയിൽ നേരെ പോയി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.